വളരെ പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത് ഷംസീർ ഗവർ ഇവിടെ പ്രഭാഷണം നടത്താനായി എത്തിച്ചേർന്നു. ജനാബ് മുഹമ്മദ് ഹനീഫ, ജനാബ് ടി നാസർ, മൂസ നാസർ, ജനാബ് ഹിലാൽ അഹമ്മദ്, മഹൽ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ മഹത്വക്കളെ, പ്രിയ സഹോദരി, പുസ്തകങ്ങൾ എനിക്ക് അന്യമായ ഒരു കലയല്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരുപാട് ആവശ്യതകൾ കാരണം ദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ വൈകാത്ത സ്ഥിതിയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇത് ഔപചാരികമായി ചില വാക്കുകളിൽ ഇടതുകൾക്ക് മാത്രമേ ചെയ്യുന്നു. എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞ വിഷയം തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മുന്നണി രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ മുസ്ലിം ലീഗ് ഇതൊക്കെ പറയുന്നത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതിൽ നിന്ന് ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 71 പിറന്നാൾ ആഘോഷിക്കുകയാണ്. അത് സംബന്ധമായി പലയിടങ്ങളിൽ പല തരത്തിലുള്ള പരിപാടികൾ ഇന്നലെ നമുക്ക് നടന്നു കഴിഞ്ഞു. ഇന്നലെ തന്നെ 2 പ്രചോദനങ്ങളിൽ 2 പരിപാടികൾ ഞാൻ പങ്കെടുത്തു. സൂം മീറ്റിംഗ് ആണ് ബഹ്റൈനിലെ ഒരു മുസ്ലിം ലീഗ് കൂട്ടായ്മ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നല്ല ഒരു പരിപാടിയാണ്. അങ്ങനെ ഇന്നലെ മുതൽ തന്നെ ഈ ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നേരത്തെ കോഴിക്കോട്ട് ലീഗ് ഹൗസിൽ മുസ്ലിം ലീഗിൻ്റെ പുതിയ ലീഗ് സെക്രട്ടറിയുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച ചടങ്ങുകളൊക്കെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായി ഈ കുട്ടികളുടെ എനിക്ക് ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായി എൻ്റെ ആശംസകൾ ഇവിടെ അർപ്പിക്കുക. ഈ ഇന്ത്യൻ മുസ്ലിം അക്കാദമി ഇവിടെ പരിപാടി ഇതിനു മുമ്പും ഒരു തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്കത് ഒരു പുതിയ അനുഭവമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപന ദിനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1947 മുമ്പിലുള്ള വർഷങ്ങളിലൊക്കെ അല്പം നമുക്ക് കിടക്കേണ്ടതായിരുന്നു. 1906 ധാക്കയിൽ സ്ഥാപിക്കപ്പെടുകയും 1930-കളിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ സംഘടനയായി വികസിക്കുകയും ചെയ്ത സർവ്വ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഗോത്രവൃത്തിയായ നേതാവ് കായിക മുഹമ്മദ് ബിൻ ജിന്നാൻ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിഭ എന്നൊക്കെ പറയാവുന്നതാണ്. കായിക മുഹമ്മദ് ബിൻ ജിന്നയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർവ്വ മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തനം 1947 ജൂൺ മാസത്തിൽ അത് പ്രവർത്തനം നിർത്തിവെച്ചു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു, മന്ദീഭവിപ്പിച്ചു. തിരിച്ചുകൊണ്ടുവന്നല്ല, പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ തിരക്കും പാകിസ്ഥാൻ രൂപീകരണവും ആ പാകിസ്ഥാൻ്റെ രൂപീകരണങ്ങളിൽ അതിൻ്റെ വിഘാതാക്കളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ പാകിസ്ഥാനിൽ പോയ സന്ദർഭമൊക്കെ ഉള്ളതുകൊണ്ട് സർവ്വ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അവിടെ മന്ദീഭവിപ്പിച്ചു. 1947 ഇന്ത്യ വിഭജിച്ചു. പാകിസ്ഥാൻ വേറെ, ഇന്ത്യ വേറെ, ഇന്ത്യൻ യൂണിയൻ വേറെ. പുതിയ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷവും പാകിസ്ഥാനിലേക്ക്. നേതാക്കന്മാർ മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ എലൈറ്റ് ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന ഒരു സാംസ്കാരിക പ്രബുദ്ധമായ വിഭാഗങ്ങളുടെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിനായി പാകിസ്ഥാനിൽ കുടിയേറുന്നു. നേതാക്കന്മാർ മുഴുവനും
അവരങ്ങനെ പോയത് ശരിയായോ തെറ്റായോ എന്നുള്ളത് വേറൊരു ചോദ്യം. ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ലോകത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഭൂപടത്തിൽ അങ്ങനെ രാഷ്ട്രം ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായി വരുമ്പോൾ ആ രാഷ്ട്രം എങ്ങനെയായിരിക്കണം, അതിൻ്റെ രാഷ്ട്രീയമായ കിടപ്പ് എങ്ങനെയായിരിക്കണം, അതിന് ആർമി വേണം, അതിന് ബ്യൂറോക്രസി വേണം, അതിന് സെക്രട്ടേറിയറ്റ് വേണം, അതിന് വിമാനസേന വേണം, കപ്പൽ സേന വേണം, ഇതൊക്കെ വേണം. ഇതൊക്കെ പുതുതായി ഉണ്ടാക്കണം. ഇന്ത്യക്ക് അങ്ങനെ, ഇന്ത്യക്ക് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇന്ത്യക്ക് സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഇന്ത്യക്ക് ബ്യൂറോക്രസി ഉണ്ട്, ഇന്ത്യക്ക് ആർമി ഉണ്ട്, ഇന്ത്യക്ക് എല്ലാം ഉണ്ട്. പാകിസ്ഥാൻ ഇതൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയായിരിക്കണം, ആ രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ആശയം മുന്നോട്ട് വെച്ച് അതിൻ്റെ വിധാതാക്കളായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇന്ത്യയിലായിരുന്നു. അതുകൊണ്ട് ആ രാഷ്ട്രത്തിന് രൂപകൽപ്പന ചെയ്യാനും ആ രാഷ്ട്രത്തെ നിലനിർത്താനും അതൊരു യാഥാർത്ഥ്യമാക്കാനും അതിൻ്റെ പിതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ആവശ്യമുള്ളത് കൊണ്ട് ഇവരെ എല്ലാം തന്നെ അങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് ന്യായീകരണമാണ്. ഒരു ചെറിയ ന്യായീകരണമാണ്. അതിനേക്കാൾ ഗുണദോഷങ്ങൾ എന്തായിരുന്നാലും അത് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ 947 ജൂൺ മുതൽ ഇന്ത്യൻ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മന്ദിഭവിപ്പിച്ച നാൾ മുതൽ കുറേ മാസക്കാലത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിംകൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇന്ത്യ വിഭജിച്ചു, നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിംകൾക്ക് പ്രവർത്തിക്കാൻ സംഘടനയില്ല. മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. അപ്പോൾ കുറേ നേതാക്കന്മാരൊക്കെ പുതിയ സന്ദർഭത്തിൽ രാജിവെച്ച് പല പാർട്ടിയിലുണ്ട്. ഉത്തർപ്രദേശിലെ വലിയ മഹാനായ നേതാവായിരുന്നു നവാബ് മുഹമ്മദ് ഇസ്മായിൽ ഖാൻ. ജിന്നായുടെ തൊട്ട് താഴെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ പോയി. അദ്ദേഹത്തിന് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പറഞ്ഞു കൊടുത്തു. ലീഗ് വൈശാസ്ത്ര വലിയൊരു മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മുസ്ലിം ലീഗിന്റെ പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായിരുന്നു ലീഗ് റസൂൽ. ആദ്യം ചൗധരി ഖലീലുസ്സമാനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡർ. ഭരണഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ ചൗധരി ഖലീലുസ്സമാൻ പാകിസ്ഥാനിലെത്തി. അതുവരെ വൈസ് ചെയർമാനായിരുന്ന ഡെപ്യൂട്ടി ലീഡറായിരുന്ന ലീഗ് വൈസാസ് റസൂൽ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രതിപക്ഷ നേതാവായി മുസ്ലിം ലീഗുകാരിയായ ലീഗ് വൈസാസ് റസൂൽ മാറിയ പ്രദേശത്തിൽ ലീഗ് വൈസാസ് റസൂൽ കോൺഗ്രസിൽ പോയി. കോൺഗ്രസ്സുകാർ അവരെ ഉത്തർപ്രദേശ് വിധാനസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കും. ഇങ്ങനെ എല്ലാവരും പോകുന്നവർക്ക് വേണ്ടത്ര കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വേണ്ടതൊക്കെ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലും അന്നത്തെ ഇന്ത്യൻ പാർലമെന്റിലും വിവിധ ലോക്സഭ വിവിധ അസംബ്ലികളിലുമുള്ള നിരവധി മുസ്ലിം ലീഗിന്റെ MLA-മാർ കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസിൽ പോയി. ഉത്തർപ്രദേശിലെ മുസ്ലിം ലീഗ് തന്നെ അതിന്റെ പേര് മാറ്റി. അതിന്റെ പേര് ജനതാ പാർട്ടി എന്നാണ്. പിന്നീട് വന്ന ജനതാ പാർട്ടിയല്ല, അന്ന് ഒരു ജനതാ പാർട്ടി. ഉത്തർപ്രദേശിലെ മുസ്ലിം ലീഗ് ജനതാ പാർട്ടി എന്ന പേര് മാറ്റി. മഹാരാഷ്ട്രയിൽ ബോംബെയിലെ മുസ്ലിം ലീഗ് അതിന്റെ പേര് മാറ്റി ഫോർത്ത് പാർട്ടി എന്നാക്കി, 4ാം കക്ഷി. ഇങ്ങനെ പല പല ഗോപാലത്തരങ്ങൾക്ക് ചില ആൾ പേര് മാറ്റി, ചില ആൾ ഇങ്ങനെ രാജിവെച്ച് പോയി, ചില ആൾ മൊറാൾ അസഫ് മഹാജപ്പനുള്ള ആളുകൾ നിശബ്ദരായി രാഷ്ട്രീയത്തിനെ ഉപേക്ഷിച്ചു. ഇങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷം, ഒരു നേതാവില്ലാതെ, നായകനില്ലാതെ, നാഥനില്ലാത്ത ഒരവസ്ഥയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ആകപ്പാടെ ആശയറ്റ രീതിയിൽ നിൽക്കുന്ന അവസരത്തിലാണ് ബംഗാളിൽ നിന്ന് അന്നത്തെ സമുന്നതനായ മുസ്ലിം നേതാവ് ജനാബ് HS സുഹ്രവർത്തി ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. HS സുഹ്രവർത്തി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ സമുന്നതനായ ആളാണ്. വളരെ അത്യുന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്. കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്ത ആളാണ്. BCL ഡിഗ്രി, അത് അപൂർവമായ ഡിഗ്രിയാണ്. ബാച്ചലർ ഓഫ് സിവിൽ ലോ അതൊക്കെ പാസ്സായ ആളാണ്. മഹാപണ്ഡിതനാണ്, വലിയ വാഗ്മിയാണ്. 2 തവണ ബംഗാളിലെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. 3 തവണ ബംഗാളിലെ മുസ്ലിം ലീഗ് മന്ത്രിസഭയിലെ മന്ത്രി ആയിരുന്ന ആളാണ്. അതിപ്രഗത്ഭനായ ആളാണ് HS സുഹ്രവർത്തി. അദ്ദേഹം പാകിസ്ഥാനിൽ പോവാതെ ഇന്ത്യയിൽ തന്നെ അവശേഷിച്ച നേതാക്കന്മാരിൽ ഒരാളായിരുന്നു HS സുഹ്രവർത്തി.
ആ സുഹൃത്ത് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഭാവി എന്തായിരിക്കണം എന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഔപചാരികമായി ഇല്ലാതാക്കാൻ വേണ്ടി തൻ്റെ വസതിയിൽ, കൽക്കത്തയിലെ തൻ്റെ വസതിയിൽ ഒരു കൺവെൻഷൻ വിളിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള മുസ്ലിം ലീഗുകാരുടെ ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി. വന്യമയോധികളായ മുല്ലാജാൻ മുഹമ്മദ് സാഹിബായിരുന്നു ആ കൺവെൻഷന്റെ ചെയർമാൻ. ആ കൺവെൻഷനിൽ പല ആളുകളെയും ക്ഷണിച്ച കൂട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയും ക്ഷണിച്ചു, KM സീതി സാഹിബിനെയും ക്ഷണിച്ചു. ഈ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പറയേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, ക്ഷമിക്കണം. അപ്പോൾ കൺവെൻഷൻ തുടങ്ങി. കൺവെൻഷനിൽ സുഹൃത്തുക്കൾ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തെ മാറിയ ബന്ധശ്രീ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്നായിരുന്നു ആ പ്രമേയത്തിന്റെ കാതൽ. ആ പ്രമേയത്തെ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ജനാബ് KM സീതി സാഹിബും ഈ ചർച്ചയിൽ കൺവെൻഷൻ ഹാളിലേക്ക് കടന്നു വരുന്നു. ഒരു മദ്രാസിൽ നിന്ന് വരുന്നതാകുന്നുണ്ട്. മദ്രാസിൽ നിന്ന് കൽക്കത്തയിലേക്കുള്ള വണ്ടി അല്പം താമസിച്ചതുകൊണ്ട് ഈ പ്രമേയത്തിന്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പങ്കെടുക്കാൻ ഇസ്മായിൽ സാഹിബിനും സീതി സാഹിബിനും കഴിഞ്ഞില്ല. അപ്പോൾ സുഹൃവർത്തിയുടെ മുസ്ലിം ലീഗ് വേണ്ട എന്നുള്ള പ്രമേയം ചർച്ച ചെയ്യപ്പെടുകയും ഏതാണ്ട് അന്നത്തെ സാഹചര്യത്തിൽ മിക്കവാറും ആൾക്കാർ സുഹൃവർത്തിയുടെ പാർശ്വവർത്തികളായ ആളുകളാകും. അവരെ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഏതാണ്ട് പാസ്സാകും എന്നുള്ള ഒരു സ്ഥിതി എത്തുമ്പോഴാണ് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബ് അവിടെ കയറുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്മായിൽ സാഹിബ് ഗംഭീരമായ ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഒരു പീഡിത പിന്നോക്ക ന്യൂനപക്ഷ സമുദായമാണ്. ഒരുപാട് അവശതകളും ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് താങ്ങും തടങ്ങായി നിൽക്കാൻ അവരുടേതായ ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകണം. അതുകൊണ്ട് മുസ്ലിം ലീഗ് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ മരണവാറണ്ടിൽ ഒപ്പുവെക്കലായിരിക്കും എന്ന് കായിക മില്ലത്ത് സമർത്ഥിച്ചു. ഒരുപാട് ഉദാഹരണങ്ങളും ലോക ചരിത്രത്തിലെയും ആനുകാലിക ലോക രാഷ്ട്രീയ സംഭവങ്ങളുടെയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് കായിക മില്ലത്ത് ഏതാണ്ട് ഒരു 45 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സദസ്സിനാകെ മനമാറ്റം ഉണ്ടായി. മുസ്ലിം ലീഗ് വേണ്ട എന്ന തീരുമാനം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. അതോടൊപ്പം ജനാബ് KM സീതി സാഹിബ് വളരെ മനോഹരമായ രീതിയിൽ ഈ വിഷയം അവതരിപ്പിച്ച് സദസ്സിനെ ബോധ്യപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ സുഹൃവർത്തിയുടെ പ്രമേയം പാസ്സായില്ല. മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് ഏതാണ്ട് ഏറെക്കുറെ തീരുമാനിക്കപ്പെടാൻ പോകുന്ന സദസ്സിലെ ഈ 2 നേതാക്കന്മാർ പോയി, ഈ 2 അധികായന്മാർ പോയി അവരെ മുഴുവൻ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തീരുമാനം മാറ്റിച്ചു. പുറത്തെ ആകാംക്ഷയോടുകൂടി പത്രലേഖകന്മാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സുഹൃവർത്തി അവരോട് പറഞ്ഞു, തെക്ക് നിന്ന് വന്ന 2 ദ്രാവിഡന്മാർ എൻ്റെ കൺവെൻഷൻ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ്. ആ 2 ദ്രാവിഡന്മാർ നിങ്ങൾക്കറിയാം, ഒന്ന് ഇസ്മായിൽ സാഹിബും ഒന്ന് സീതി സാഹിബും. പക്ഷേ ഈ കൺവെൻഷൻ സുഹൃവർത്തിയുടെ പ്രമേയം പരാജയപ്പെട്ടെങ്കിൽ ആ കൺവെൻഷൻ വേറൊരു പ്രമേയം എടുത്തു. ആ പ്രമേയം എന്താണെന്ന് വെച്ചാൽ നിർവീര്യമാക്കി നിർത്തപ്പെട്ട, അതായത് പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് കിടക്കുന്ന സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവും സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കൗൺസിലും വളരെ വേഗം വിളിച്ചു കൂട്ടണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം ഒരു പാസ്. സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഖാദിർ മുഹമ്മദ് ജിന്ന, അദ്ദേഹം പാകിസ്ഥാന്റെ ഗവർണർ ജനറലായിരുന്നു. സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നവാബ് സാദ ലിയാഖത്ത് അലി ഖാൻ, അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ പ്രമേയം കൽക്കത്ത കൺവെൻഷന്റെ പ്രമേയം കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഖാദിർ ലിയാഖത്ത് ഖാനെ വിളിച്ച് ഉടനെ മുസ്ലിം ലീഗിന്റെ നാഷണൽ കൗൺസിൽ നാഷണൽ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടാൻ പറ്റി. അങ്ങനെ 1947 ഡിസംബർ മാസത്തിൽ കറാച്ചിയിൽ സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അവസാനത്തെ കൗൺസിൽ യോഗവും അവസാനത്തെ നാഷണൽ എക്സിക്യൂട്ടീവും വിളിച്ചു കൂട്ടി. അന്ന് പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്നത്തെ പോലെ നിബന്ധനകളൊന്നുമില്ല. പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട. ഇഷ്ടംപോലെ നമുക്ക് ഇവിടുന്ന് മദ്രാസിയിലോ ബോംബെയിലോ പോകുന്നവരെ കറാച്ചിയിലൊക്കെ പോകാൻ.
അങ്ങനെ ആ യോഗത്തിൽ വെച്ചാണ് ഒരുപാട് വികാരഭരിതമായ കമ്മ്യൂണിക്കേഷനുകളൊക്കെ ഉണ്ടായി. അവസാനം ആ യോഗത്തിൽ വെച്ച് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രണ്ടായി വിഭജിക്കാൻ പറ്റും. ഒന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗും മറ്റൊന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗും. ഇന്ത്യൻ യൂണിയൻ അല്ല, ഇന്ത്യൻ മുസ്ലിം ലീഗും രണ്ടായി വിഭജിക്കാൻ തീർച്ചപ്പെട്ടു. പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായി നവാബ് സാദ് റിയാഖത്ത് റഹാനി തെരഞ്ഞെടുത്തു. ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായി ഖായിദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ പിന്നെയും ഒരുപാട് രംഗങ്ങൾ കൂടെ ഒരു വിടവാങ്ങൽ സന്ദേശമൊക്കെ ഉണ്ടായി. ഇന്ത്യൻ മുസ്ലിം നേതാക്കന്മാർക്ക് അവിടെ മലയാളി അസോസിയേഷൻ്റെ സ്വീകരണം കൊടുത്തതൊക്കെ ഞാൻ വിട്ടുകളയാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും പാചാരം പറയാനില്ല. അങ്ങനെ ഈ തീരുമാനമായി പുതിയ ദൗത്യവുമായി ഖായിദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യയിലേക്ക് തിരിക്കാൻ പറ്റും. മദ്രാസ് അദ്ദേഹം മദ്രാസിലല്ല, അദ്ദേഹം തിരികെ വന്നത് പാലക്കാട്ടാണെന്നാണ് ഞാൻ കേട്ടത്. പാലക്കാട്ട് പൊതുനഗരത്തിൽ മുസ്ലിം ലീഗിൻ്റെ യോഗത്തിലെ ഭൂസംഭവം തന്നെയാണ് അടിസ്ഥാനത്തെ ആദ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കൗൺസിൽ മെമ്പർമാരെല്ലാം തന്നെ അദ്ദേഹം മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിലേക്ക് ക്ഷണിച്ചു. കൺവെൻഷനിൽ കൗൺസിൽ യോഗത്തിൽ ക്ഷണിച്ചതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു വാക്കുകൊണ്ട് പറഞ്ഞെടുക്കാം. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് പുനർജനിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ലീഗ് വിരുദ്ധ കേന്ദ്രങ്ങളൊക്കെ തന്നെ വിരളിക്കൊണ്ടു. ഭരണകൂടം മുറഞ്ഞ് തുള്ളി. എൻ്റെ ജീവനുള്ള കാലത്തോടെ ഞാൻ മുസ്ലിം ലീഗിനെ ഇവിടെ വളരാൻ അനുവദിക്കില്ല എന്ന് അന്നത്തെ മദ്രാസിലെ ആഭ്യന്തരകാര്യമന്ത്രി ഡോക്ടർ സുബ്ബരായൻ വളരെ ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞു. എല്ലാവിധ ഭരണകൂട ഭീകരതകളും മുസ്ലിം ലീഗിനെ മുളയിൽ തന്നെ തുള്ളിക്കളയാൻ വേണ്ടി രംഗത്തിറങ്ങി. നിങ്ങൾക്കറിയാവുന്ന മദ്രാസ് നഗരത്തിൽ ഒരുപാട് കൺവെൻഷൻ സെൻ്ററുകളും ഒരുപാട് ഹോട്ടലുകളും ഓഡിറ്റോറിയങ്ങളുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ 3ാമത്തെ നഗരമാണ് മദ്രാസ്. ആ നഗരത്തിലെ മുസ്ലിം ലീഗിന് യോഗം ചേരാൻ, മാർച്ച് 10 യോഗം ചേരാൻ ഒരൊറ്റ ഹോള് വിട്ടുകിട്ടിയില്ല, ഒരു ഹോട്ടൽ വരെ വിട്ടുകിട്ടിയില്ല, ഒരു കൺവെൻഷൻ സെൻറ്റർ വിട്ടുകിട്ടിയില്ല. കാരണം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ആർക്കും മുസ്ലിം ലീഗിന് ഇത് വിട്ടുകൊടുക്കാൻ ഭയമായിരുന്നു. മുസ്ലിം ലീഗിന് ഹോൾ വിട്ടുകൊടുത്താൽ ഗവൺമെൻറ്റിൻ്റെ വക ഞങ്ങൾക്ക് മർദ്ദനങ്ങളുണ്ടാവും, പീഡനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകളും അമുസ്ലിമുകളുമായ ഒരുപാട് ലോഡ്ജ് ഉടമകൾ ഒരാൾ ഇസ്മായിൽ സാഹിബ് പറഞ്ഞു യോഗത്തിന് സ്ഥലം വിട്ടുകൊടുത്തത് എല്ലാ വേക്കേ റിപ്പായി എഴുതിയിട്ടുള്ള കായിക നിലത്തുന്ന പുസ്തകം വിശദമായി പറയുന്നുണ്ട്. അവസാനം മദ്രാസ് അസംബ്ലിയിലെ മുസ്ലിം ലീഗിൻ്റെ MLA-മാർ, അന്ന് മദ്രാസ് അസംബ്ലിയിലെ മുസ്ലിം ലീഗിൻ്റെ MLA-മാരുണ്ടായിരുന്നു. 1946 ഇലക്ഷനിൽ, വിഭജനത്തിന് മുമ്പുള്ള ഇലക്ഷനിൽ പിന്നെ വിജയിച്ച 10-29 MLA-മാർ മദ്രാസ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അവർ കുറേയൊക്കെ ആൾ രാജിവെച്ച് കുറച്ച് ആൾ രാജിവെക്കാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ MLA-മാർ ഇടപെട്ട് മദ്രാസ് ഗവൺമെൻറ്റിനെ സമീപിച്ചതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള അതിഥി മന്ദിര ബാങ്ക്വറ്റ് ഹാൾ എന്ന് പറയുന്ന ഹോള്, അതാണ് പിന്നീട് രാജാജി ഹാളായി മാറിയത്. ആ ഹോള് മുസ്ലിം ലീഗിന് യോഗം ചേരാൻ വിട്ടത്. അതിനൊപ്പം വേറൊരു കഥയും കൂടി ഉണ്ട്. മുസ്ലിം ലീഗ് വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ ഗവൺമെൻറ്റിലെ മന്ത്രിയോട് സുബ്ബരായനോട് പോയി പറഞ്ഞു, നിങ്ങൾ ഹോള് വിട്ടുകൊടുത്തേക്ക് മുസ്ലിം ലീഗിന്. അവിടെ മുസ്ലിം ലീഗ് വേണമെന്ന പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തിക്കൊള്ളാം. ഞങ്ങൾ മുസ്ലിം ലീഗ് വേണമെന്ന് തീരുമാനിക്കാൻ പോകുമ്പോൾ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്രമേയത്തെ പരാജയപ്പെടുത്തിക്കൊള്ളാം. അവർ മുടയത്തിൽ നമുക്ക് നുള്ളിക്കളയാവുന്നത് നിങ്ങൾ ഹോള് കൊടുത്തേക്ക് എന്ന് മുസ്ലിം ലീഗിലെ ലീഗുകാരല്ലാത്ത മുനാഫിക്കുകളായ ആൾക്കാരുണ്ടായിരുന്നു. അവർ പോയി ഈ മന്ത്രിയോട് പറയുമെന്നാണ് AK റിഫായി സാഹിബ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹോൾ, രാജാജി ഹോളിൽ മുസ്ലിം ലീഗിലെ കൗൺസിൽ ചേരാൻ വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ യോഗം ചേർന്നു. ഒരുപാട് ആളുകളൊന്നും പങ്കെടുത്തിട്ടില്ല. കുറച്ചാളുകൾ, ഇന്ത്യ 141 കൗൺസിലർമാരായിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു. അതിൽ വളരെ കുറച്ചാളുകൾ, പകുതിയിൽ താഴെ ആളുകളെ ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ജനാബ് PK മുജീബുർ സാഹിബ്, മലബാർ എന്നുള്ള പ്രതിനിധി സംഘത്തിൽപ്പെട്ട PK മുജീബുർ സാഹിബിൻ്റെ ഔദ്യോഗിക പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നു.
പി.കെ. മുജീബ് സാഹിബ് നമുക്കറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പഴയ മുസ്ലിം ലേബർ യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. ആ കാലത്ത് MA BL ഒക്കെ പാസ്സായ ആളാണ്. പിന്നീട് അദ്ദേഹം KPCC കോൺഗ്രസ്സായി KPCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. ഇത് പി.കെ. മുജീബ് സാഹിബിൻ്റെ ഔദ്യോഗിക പ്രമേയം. ആ പ്രമേയം ഐക്യകണ്ഠേനല്ല ഭൂരിപക്ഷ പ്രകാരം എതിർപ്പുണ്ടായിരുന്നു. കുറേ ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു, കുറേ ആൾക്ക് ഭയമുണ്ടായിരുന്നു എതിർത്ത്. അപ്പോൾ കാര്യകാരണ സഹിതത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഭൂരിപക്ഷം തീരുമാനപ്രകാരം മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിലവിൽ വന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇത് രൂപീകരണം. മുസ്ലിം ലീഗ് 1910 മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ ഇത് മണിക്കൂറുകളോളം നീട്ടി പറയേണ്ട കാര്യം. എൻ്റെ പ്രാസംഗികമാർക്ക് ഇഷ്ടം പോലെ പറയാനുള്ള വിഷയമാണ്. ഞാൻ വളരെ 4-5 മിനിറ്റ് ചുരുക്കി പറഞ്ഞു. ഇങ്ങനെയാണ്. അത് മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു വലിയ നയരേഖ, ഒരു നയപ്രഖ്യാപന രേഖ അന്ന് പാസ്സാക്കുക. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, രാഷ്ട്രീയ വിദ്യാർത്ഥികളായ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അന്ന് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു നയ 10-12 പേജുള്ള ഒരു നല്ല ആ നയരേഖയിൽ ഈ മുസ്ലിം ലീഗ് എന്ത് എന്നുള്ള കൃത്യമായി പറയുന്നു. ഒരു ഇന്ത്യയിലെ വ്യവസായം എങ്ങനെയിരിക്കണം, വ്യവസായ നയം എന്തായിരിക്കണം, കാർഷിക നയം എന്തായിരിക്കണം, ആഭ്യന്തര നയം, ഇതിൻ്റെ ഓരോ നയ വിഷയങ്ങളോടുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഖനികൾ, റെയിൽവേ, ഇതൊക്കെ ആ കാലത്ത് സ്വകാര്യ ഉടമയിലായിരുന്നു. എല്ലാ ഖനികളും എല്ലാ ഭൂഗർഭ വസ്തുക്കളും ഗവൺമെൻറ് ദേശവൽക്കരിക്കണം എന്ന് ആദ്യം പ്രമേയം പാസ്സാക്കിയ മുസ്ലിം ലീഗ് നയരൂപത്തിൽ. ഇന്ത്യൻ റെയിൽവേ, സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്ന സ്വകാര്യ കമ്പനിയിലായിരുന്നു. ഇന്ത്യൻ എയർലൈൻസ് സ്വകാര്യ കമ്പനിയായിരുന്നു. ഇന്ത്യൻ എയർലൈൻസ്, ഇന്ത്യൻ ടെലിഫോൺ, ഇന്ത്യൻ റെയിൽവേ ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ സ്വത്താക്കി മാറ്റുക, സ്വകാര്യവൽക്കരിക്കണം, പകരം അതെല്ലാം ദേശവൽക്കരിക്കണം എന്ന് ഈ നയരേഖ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവൈലബിളാണ്. അതിൽ ഏറ്റവും ഭൂപരിഷ്കരണ നിയമം, കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം, തൊഴിലാളിക്ക് ബോണസ് കൊടുക്കണം. ഇങ്ങനെ അത്യന്താധുനികമായ രീതി. അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ആ കാര്യമൊന്നും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പ്രവർത്തനക്ഷമമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഉന്നയിച്ചിട്ടില്ലാത്ത വനദേശവൽക്കരണം, ഇങ്ങനെയുള്ള ഏറ്റവും പുരോഗമനാത്മകമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള നയങ്ങൾ പറയുന്ന ഒരു നയാവിഷ്കരണ രേഖയും അതോടനുബന്ധിച്ച് പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുവരെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പൊട്ടിപ്പോകും. അങ്ങനെ ചോദിക്കരുത്. പക്ഷെ അങ്ങനെ ഒരു നയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക്. അത് പിന്നീട് അത് കായികമില്ലാത്ത ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ആൾക്കാർ അത് ചെയ്തില്ല എന്നുള്ള ആത്മവിമർശനം നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പറയാം. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ലോഞ്ച് ചെയ്യുന്നത്? അതിന് പല സന്ദർഭങ്ങളുണ്ടായി. ബാക്കി കാര്യങ്ങൾക്ക് ഇവിടെ അവർ പറയില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഉണ്ടായ 1952 തന്നെ ഒരു വലിയ പ്രസിഡന്റ് ഉണ്ടായി. 1952 ഇലക്ഷൻ വന്നു. പാർലമെന്റിലേക്ക് 20 നിയമസഭകളിലേക്ക് കൂടെ ഇലക്ഷൻ വന്നു. അന്ന് ഈ മലബാറൊക്കെ മദ്രാസിന്റെ ഭാഗമാണ്. അന്ന് മുസ്ലിം ലീഗ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് മത്സരിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതിനാൽ കോയമ്പത്തൂടി അഹമ്മദ് കുട്ടി ആജി എന്ന് പറഞ്ഞ MLA ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൽ മദ്രാസിലുള്ള. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി. ആ ഉപതെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് മത്സരിക്കാൻ തൃപ്തിപ്പെടുത്തിയ പക്ഷേ സ്ഥാനാർത്ഥിനെ കിട്ടിയില്ല. ചന്തിയിൽ പരസ്യം ചെയ്തു, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വല്ലവരുണ്ടെങ്കിൽ ലീഗ് ഓഫീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ഒരാളും പറഞ്ഞില്ല. ഇന്നത്തെ സ്ഥിതിയിലൊന്ന് വെച്ചു നോക്കൂ. അവസാനം സൈദൂർ മാഫിക്ക് ഞങ്ങൾ മാലിക്കിന്റെ പ്രശസ്ത പത്രപ്രവർത്തന മാലിക്കുഞ്ഞി സാഹിബിനെ ഏറനാട് കൊല്ലങ്ങളുടെ താലൂക്കിലേക്ക് അയച്ചു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ. മാലിക്കുഞ്ഞിയും സംഘവും ഏറനാട് കൊല്ലങ്ങളുടെ താലൂക്ക് മുഴുവൻ അന്വേഷിച്ചിട്ട് അവസാനം അസംകുട്ടി കുരിക്കള എന്ന ഒരാളെ അദ്ദേഹത്തിന്റെ വാപ്പ കുറ്റിക്കുട്ടി കുരിക്കളോട് ശുപാർശ പറഞ്ഞ മകനെ എന്ന് വിട്ടു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇബ്രാഹിം ഇസ്മായിലിനെ അറക്കാൻ കൊണ്ടുപോകാതെ അസംകുട്ടി കുരിക്കള അറക്കാൻ വേണ്ടി പണി കൊടുത്തു. അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. ഒരു സ്ഥാനാർത്ഥിയെ പോലെ അന്ന് മത്സരിക്കാൻ കിട്ടിയില്ല. അങ്ങനെ ആ ഉപതെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗ് ജയിച്ചു. അത് വലിയ വീരവാദം പറയല്ല. അന്ന് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം. ജമ്മിമാരായ ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം. ഏറനാട് താലൂക്കിൽ ജമ്മി ഉണ്ടാവും, അവിടെ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് ആ ജമ്മിമാരുടെ കോൺഗ്രസ് ആയിരിക്കും. എന്നിട്ടും അസംകുട്ടി കുരുക്കള് ജയിച്ചു.
അപ്പോൾ അതിൻ്റെ അർത്ഥം വേണ്ടി വന്നാൽ മുസ്ലിം ലീഗ് ഇവിടെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള സൂചന. പിന്നാണ് 1962 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു. അപ്പോ ലക്ഷ്യം MLA ആവലോ, മന്ത്രിയാവലോ, അല്ലെങ്കിൽ ഭരണകൂടം കൈകാര്യം ചെയ്ത ഒന്നായിരുന്നില്ല. മുസ്ലിം ലീഗുകൾക്ക് ആ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയും. ചന്ദ്രിക ചില ആൾക്കാർ അന്ന് ഇങ്ങനെ മടക്കി ചന്ദ്രിക എന്നുള്ള ഹെഡിങ് കാണാത്ത രീതിക്കാൻ തലവിട്ടിട്ട് നടക്കുക. അപ്പോൾ അഭിമാനപൂർവ്വം ചന്ദ്രികയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇവിടെ നടക്കാൻ കഴിയും. മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ നഗരങ്ങളിലൂടെ ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നടക്കാൻ കഴിയും. അതിനുള്ളൊരു അന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ കഴിയും. അത് മാത്രമായിരുന്നു ലക്ഷ്യം. MLA ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ 5 സ്ഥാനങ്ങൾ ജയിച്ചു. മലപ്പുറത്ത് നിന്ന് ജനാബ് KM സീർ സാഹിബ് ജയിച്ചു. തിരൂരിൽ നിന്ന് ജനാബ് KM സാഹിബ് ജയിച്ചു. കോട്ടക്കലിൽ നിന്ന് ജനാബ് ചാക്കിരി അബ്ദുൽ സാഹിബ് ജയിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്ന് ജനാബ് KK മുഹമ്മദ് ഷാഫി സാഹിബ് ജയിച്ചു. ഹരിജൻ റിസർവേഷൻ സീറ്റിൽ ശ്രീമാൻ M ചടയും ജയിച്ചു. തിളങ്ങുന്ന ദ്വയാംഗ നിയോജക മണ്ഡലമായിരുന്നിട്ടും ജനാബ് സീർ സാഹിബിനേക്കാൾ 300 വോട്ട് കൂടുതലാണ് ചടയിൽ കിട്ടിയത്. ദ്വയാംഗ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരേ വോട്ടല്ലേ കിട്ടാൻ പാടുള്ളൂ. ഒരേ വോട്ടർമാരല്ലേ 2 സ്ഥാനാർത്ഥികളും. അതിൽ സീർ സാഹിബിന് പിന്നേക്കാൾ 300 വോട്ട് ചടയിൽ കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ മതനിരപേക്ഷത ഒന്നാം തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 5 MLA മദ്രാസ് അസംബ്ലിയിലെത്തി. മുസ്ലിം ലീഗിനെ കുഴിച്ചു മൂടുമെന്നൊക്കെ പറഞ്ഞ വീരവാദം അടക്കിയാണ് മുസ്ലിം ലീഗ് എങ്കയിരിക്കെ ഇസ്മായിൽ റാവുത്തർ പോക്കറ്റിലിരിക്കുന്ന കാമറാജ് നാടാറിൻ്റെ പ്രസംഗം. മുസ്ലിം ലീഗ് എങ്കയിരിക്കെ ഇസ്മായിൽ റാവുത്തർ പോക്കറ്റിലിരിക്കുക. പിന്നെ ഇங்கே யாருக்கும் മുസ്ലിം ലീഗ് தேவையில்லை. அங்கே தமிழ் அங்கே തെങ്കാശിയിൽ നിന്ന് ഒരു സ്വാമിയാർ വന്താച്ചി എന്നൊക്കെ ഇസ്മായിൽ സാഹിബിനെ പരിഹരിച്ചുകൊണ്ട് കാമരാജിൻ്റെ പ്രസംഗം. സ്വാമിയാർ എന്ന് പറഞ്ഞ ഇസ്മായിൽ സാഹിബ്. അങ്ങനെ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ മലബാറിൽ കോൺഗ്രസിന് 4 സീറ്റേ കിട്ടിയുള്ളൂ. 4 MLA കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 4 MLA കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിന് 5 MLA കിട്ടി. ഈ മലബാറിൽ ഒരു MP മഹാനായ TM പോക്കർ സാഹിബിനെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിയും മഞ്ചേരി. കോൺഗ്രസിനെ ആകെ ഒരു ഹരിജൻ റിസർവേഷൻ സീറ്റിൽ വെള്ള ഈച്ചർ എന്ന് പറഞ്ഞ ഒരു MP മാത്രമേ അന്ന് ജയിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാലത്ത് തന്നെ ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ മലബാറിൻ്റെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് അല്പം മേൽക്കോയ്മ ഉണ്ട് എന്ന് തെളിയിച്ചു. മുസ്ലിം ലീഗിൻ്റെ വിത്ത് ഈ മണ്ണിലുണ്ട്. ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വളർന്നോളൂ എന്ന് ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. ഇതിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഈ MLA മദ്രാസിലെത്തിയപ്പോൾ മദ്രാസിലാകെ ആശയക്കുഴപ്പമാണ്. ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവിടെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും തലമൂത്ത രാജ്യതന്ത്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ C രാജഗോപാലാചാരിയായിരുന്നു കോൺഗ്രസിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഭൂരിപക്ഷമില്ല. പ്രതിപക്ഷത്തെ P രാമമൂർത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ P രാമമൂർത്തി മിക്ക പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ശ്രമം നടത്തുന്നത്. ആ സന്ദർഭത്തിലാണ് രാജാജി ഒപ്പിസാഹിബിനെ സമീപിക്കും. ഒപ്പിസാഹിബ് എന്ന് പറഞ്ഞാൽ രാജാജിക്ക് നേരത്തെ അറിയാവുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. 1921 സെൻട്രൽ അസംബ്ലിയിലെ അംഗമായിരുന്ന ആളാണ്. സെൻട്രൽ അസംബ്ലി ഗംഭീരമായ രീതിയിൽ ഈ മാപ്പിളയിൽ ശിക്ഷിക്കപ്പെട്ടവരെ ആന്തമാൻ ദ്വീപിൽ കിടക്കുന്ന ആളുകളൊക്കെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് സിംഹകർജ്ജനം നടത്തിയ ആളാണ് ഒപ്പിസാഹിബ്. ആ ഒപ്പിസാഹിബ് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ആഹ്വാനം ശ്രമിച്ച് ആദ്യമായി സർവകലാശാല ബഹിഷ്കരിച്ച് വിദ്യാർത്ഥി സംഘത്തിലേക്ക് ഏർപ്പെട്ട ആളായ ഒന്നാമത്തെ വിദ്യാർത്ഥിയായിരുന്നു ഒപ്പിസാഹിബ്. ആ ഒപ്പിസാഹിബ് രാജാജിക്കറിയാം. രാജാജി ഒപ്പിസാഹിബിനോട് പറഞ്ഞു, അന്ന് എൻ്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ പറഞ്ഞു. അത് വലിയൊരു അത്ഭുതം. അവിടുന്ന് മകശികാന്ത് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ജയിച്ച ആളാണ് ഈ 5 മുസ്ലിം ലീഗുകാർ. മദ്രാസിൽ എത്തിയപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് അവർ പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജനം പൊറുക്കുമോ? നിയമസഭാ പാർട്ടി യോഗം വിളിച്ചു കൂട്ടി ഇസ്മായിൽ സാഹിബ്.
എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. നമ്മൾ കോൺഗ്രസിനെ എതിർക്കുന്നത് ശരിയാണ്, പക്ഷെ കോൺഗ്രസിനെ എതിർക്കുന്നത് ഈ രാജ്യം നശിച്ചുപോട്ടെ വിചാരിച്ചിട്ടല്ല. കോൺഗ്രസിനേക്കാൾ ദുഷ്ടശക്തികളായിരുന്ന പ്രജാധിപത്യ ധ്വംസന പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കളായ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഈ രാജ്യത്തെ ഉയർത്തി വരാൻ പാടില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10 കൊല്ലമേ ആയിട്ടുള്ളൂ, 10 കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. അതിനിടയിൽ ജനാധിപത്യ വിരുദ്ധനായ ഒരു കക്ഷി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് അധികാരത്തിൽ വന്നാൽ നമ്മൾ 200 കൊല്ലക്കാലം പോരാടിയതെല്ലാം പ്രധാനമായി പോകും. അതുകൊണ്ട് കൊടുക്ക് പിന്തുണ രാജാജിക്കുന്നവർ. അങ്ങനെ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ കടുത്ത രാഷ്ട്രീയ വിരോധമുണ്ടായിട്ടും മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ഒപ്പിസായതിന്റെ നേതൃത്വത്തിൽ രാജാജിക്ക് പിന്തുണ കൊടുത്തു. മദ്രാസിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നു. മന്ത്രിസഭയിൽ അംഗത്വം സ്വീകരിക്കാൻ ക്ഷണിച്ചിട്ട് ഒപ്പിസായതൊന്നും അത് വേണ്ട. വെള്ളിത്തളികയിൽ വെച്ച് മന്ത്രിസ്ഥാനം താഴ്ച തൊട്ടിട്ടും അതെനിക്ക് വേണ്ട, അതിനു വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാമായിരുന്ന മന്ത്രിസ്ഥാനം ദൂരെ പഠിച്ചിരുന്ന ആളായിരുന്നു മഹാനായ ജനാബ് കെ ഒപ്പിസായ. പക്ഷേ നിങ്ങളെ ഭരണം തുടരുന്നതിന് ഇടയിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ്, ഒരു അവകാശ പത്രിക ഒപ്പിസാഹ് മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ചു. അതിൽപ്പെട്ട ഒന്ന്, ഞങ്ങളെ മന്ത്രിയാക്കണം, ഞങ്ങളുടെ ബന്ധുക്കളായ ആളുകളെ കോർപ്പറേഷൻ ചെയർമാനാക്കണമെന്നൊന്നല്ല. അതിൽ പറഞ്ഞത് ഒന്നാമത് ഞങ്ങൾ കുറ്റിപ്പുറത്തൊരു പാലം കെട്ടണം. മുസ്ലിം സാംസ്കാരിക കേന്ദ്രമായ പൊന്നാനിയിൽ അന്ന് കുറ്റിപ്പുറത്ത് കടക്കാൻ വേണ്ടി വഴിയിൽ നിന്നൊക്കെ ഒരു ദ്വീപ് പോലെ സ്ഥലമായിരുന്നു പൊന്നാനി, വെള്ളക്കണ്ടത്തിന്റെ ഭാഗത്ത്. അവിടെ ഒരു പാലം കെട്ടി പൊന്നാനിയെ മെയിൻ ലാൻഡുമായി ബന്ധപ്പെടുത്താൻ ഒരു പാലം വേണം. എടശ്ശേരി മഹാകവി എടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത നിങ്ങൾ കുറേ ആളുകൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഡിമാൻഡ് മുസ്ലിം. രണ്ടാമത്തെ ഡിമാൻഡ് ഫാറൂഖ് കോളേജിലെ ഒരു ഫാസ്റ്റ് ഗ്രേഡ് കോളേജ് അംഗീകരിച്ചതാണ്. ഇതായിരുന്നു. മൂന്നാമത്തെ ഡിമാൻഡ് കോഴിക്കോട്ടെ ലിവാർഡ് ഇസ്ലാം പള്ളി, നിങ്ങൾക്കറിയാം മുട്ടായത്തൂരിലെ ലിവാർഡ് ഇസ്ലാം പള്ളി, അത് റോഡിൻ്റെ മുകളിലാണ്. ആ പള്ളിക്ക് അന്നത്തെ ഗവൺമെൻറ് കലക്ടർ അനുവാദം കൊടുത്തില്ല. ആ ലിവാർഡ് ഇസ്ലാം പള്ളി നിർമ്മിക്കാൻ മുസ്ലിമുകളെ അനുവദിക്കണം. അതായിരുന്നു മൂന്നാമത്തെ. ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊടുക്കാനുള്ളതാണ് മന്ത്രിയാവാൻ തന്നെ പറഞ്ഞത്. നാലാമത്, അന്ന് രാമസിംഹൻ കൊലക്കേസ് കുറേ ആളുകൾ കേട്ടിട്ടുണ്ട്. ആ രാമസിംഹൻ കൊലക്കേസിൻ്റെ പേരിൽ എറണാകുളം വെള്ളമുണ്ടാട് താലൂക്കിലെ മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോവുക, വിവേചന രഹിതമായി പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. ഉപ്പുസായ പറഞ്ഞു അത് നിർത്തണം. നിങ്ങൾ നിരപരാധികളെ പിടിക്കരുത്, നിങ്ങൾ അപരാധികളെ പിടിച്ചോളൂ, നിങ്ങൾ അപരാധികളെ പിടിച്ച് ശിക്ഷിച്ചോളൂ, നിരപരാധികളായ ആളുകളെ നിങ്ങൾ ഇതിനെ പിടിക്കരുത്. അതായിരുന്നു ഓരോരുണ്ടായിരുന്നു. പിന്നെ അഞ്ചാമത്തെ എനിക്ക് ഓർമ്മില്ല. ഇങ്ങനെ 5 ഡിമാൻഡുകൾ അടങ്ങുന്ന ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ്, അതാണ് മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുന്നതിന് പകരമായി നമ്മൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അങ്ങനെ കാര്യത്തിൽ നമ്മളൊക്കെ പറയും, ഇപ്പോൾ മന്ത്രി ഇത്ര വേണം, ഇത്ര 2.25 മന്ത്രി വേണം, 3 മന്ത്രി 4 കോർപ്പറേഷനെ വേണം, ഇങ്ങനെയൊക്കെയല്ലേ പറയാം. അതൊരു മൂല്യച്യുതിയാണ്. അത് ഒരു പാർട്ടിക്ക് മാത്രം, അത് കാലത്തിന് മുഴുവൻ വന്നിട്ടുള്ള ഒരു മൂല്യച്യുതിയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആരംഭ ചരിത്രം. പിന്നീടുണ്ടായ സംഗതികളൊക്കെ ഇവരൊക്കെ പറയും. 1957 മുസ്ലിം കേരളം വന്നു. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് പ്രാമുഖ്യം കിട്ടി. മുസ്ലിം ലീഗുമായി സഖ്യം ഉണ്ടാക്കാൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു. പിന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് തമ്മിലുള്ള സഖ്യം കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസ് കൂടി അതിൽ വന്നു. വിമോചന സമരം നടന്നു. 65 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കൂടെ വന്നു. 67 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സഖ്യം ഉണ്ടായി. സപ്തകക്ഷി മുന്നണിയുടെ ഗവൺമെൻറ് വന്നു. മുസ്ലിം ലീഗിൽ 2 മന്ത്രിമാരുണ്ടായി. ഈ കഥകളൊക്കെ ഇനി ബാക്കിയാണ്. അതൊക്കെ ബാക്കി അമ്മായി പറയും എന്ന് പറയുന്നത്. അതൊക്കെ പറയാൻ ഇവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഇത്രയും വാക്കുകൾ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങി വെച്ചതായി ഞാൻ അറിയിക്കുന്നു.